വയനാട് കൽപ്പറ്റയിൽ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആദിവാസി യുവാവിന്റെ മരണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന കുടുംബം. ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ലെന്നും മരിച്ച വിവരം പോലീസ് നേരത്തെ അറിയിച്ചില്ലെന്നും കുടുംബം പറഞ്ഞു. അതേസമയം ഗോകുലിന് പ്രായപൂർത്തിയാവാൻ 2 മാസം കൂടിയുണ്ടെന്ന് തെളിയിക്കുന്ന TC പുറത്തുവന്നു. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഗോകുലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ലെന്നും മരണവിവരം പോലീസ് മറച്ചുവെച്ചെന്നും തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം പോലീസിനെതിരെ ഉന്നയിക്കുന്നത്. സംശയമാണ് അതിൽ സംശയമുണ്ട്. പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് അതിൽ സംശയമുണ്ട്. വിളിച്ചതെന്ന് വെച്ചാൽ രാവിലെ ഒരു 6:45 വിളിച്ചിട്ട് അവർ ആധാറും റേഷൻ കാർഡ് എടുത്തിട്ട് കൂട്ടിപ്പോകാൻ പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നത്. സ്റ്റേഷനിലെത്തിയ ഒരു 11:15 ഞങ്ങൾ അറിയണ ഈ മരിച്ചതിൻ്റെ വിവരം. ഞങ്ങൾ ലാസ്റ്റ് ആ സ്റ്റേഷനിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളെ ഡീറ്റെയിൽസ് മൊത്തം എഴുതിയെടുത്തിട്ട് പിന്നെ ആശുപത്രി കൊണ്ടുവന്നിട്ടാണ് പിന്നെ ബോഡി കാണിക്കുന്നത്. സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്നൊന്നും കാണിച്ചില്ല. എപ്പോഴാണ് മരിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ മാസം കൂടെ കഴിഞ്ഞാലേ 18 തികയുള്ളൂ. അന്വേഷണം വേണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഗോകുലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇക്കഴിഞ്ഞ 27-നാണ് 16-കാരിയെ മുട്ടിലിൽ നിന്ന് കാണാതാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് വെച്ച് ഗോകുലിനൊപ്പം പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. ഇരുവരെയും കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും ചെയ്തു. പെൺകുട്ടിയെ രാത്രിയിൽ തന്നെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരുന്നു. ഗോകുലിനെ സ്റ്റേഷനിൽ തന്നെ നിർത്തുകയായിരുന്നു. തുടർന്നാണ് ശുചിമുറിയിലേക്ക് പോയ ഗോകുൽ ഫുൾ കൈ ഷർട്ട് ഊരി ഷവറിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടതെന്ന് പോലീസ് പറഞ്ഞു. മരണകാരണം സംബന്ധിച്ച വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയിൽ നടപടിയെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.